ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ക്രെഡിറ്റ് സ്കോറിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും ലോൺ എടുക്കാനും ഒക്കെ ആയിട്ട് ബാങ്കിലോ ഒക്കെ ചെല്ലുമ്പോൾ നമ്മൾ ചോദിക്കാം സിബിൽ സ്കോർ എത്രയാണെന്ന് ചോദിക്കാറുണ്ട് അല്ലേ. നമ്മുടെ ആ ഒരു ക്രെഡിറ്റ് എടുക്കുന്നതിന്റെ ആ ഒരു റേറ്റിംഗ് ആണ് നമ്മൾ എടുക്കുന്ന ലോൺ ആയാലും ക്രെഡിറ്റിൽ പൈസ എടുക്കുന്നതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് തിരിച്ചടയ്ക്കുകയാണെങ്കിൽ നമ്മുടെ സിബിൽ സ്കോർ നല്ല രീതിയിൽ രേഖപ്പെടുത്തും. അത് നമ്മൾ എന്തെങ്കിലും ഒരു വീഴ്ച വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിബിൽ സ്കോർ താഴും. അപ്പൊ ഈ സിബിൽ സ്കോറിന്റെ ഇതനുസരിച്ചിട്ടാണ് നമുക്ക് ലോൺ തരാൻ കഴിയുമോ എന്നൊക്കെ ബാങ്കും ഒക്കെ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സിബിൽ സ്കോറിനെ ബന്ധപ്പെടുത്തി നമുക്ക് ഇൻഷുറൻസ് എങ്ങനെയാണ് ഇതിനകത്ത് ബന്ധപ്പെടുത്തുന്നത് നോക്കാം. നമ്മൾ സാധാരണ ഇപ്പൊ ലൈഫ് ഇൻഷുറൻസ് ഒക്കെ എടുക്കാറുണ്ട്. പല ആളുകളും ഏറ്റവും അത്യാവശ്യമാണ് ലൈഫ് ഇൻഷുറൻസ് എങ്കിലും ബാക്കി എല്ലാം കഴിഞ്ഞിട്ടാണ് പല ആൾക്കാരും ഇൻഷുറൻസിന് മുൻഗണന നൽകുന്നത്. അപ്പൊ മറ്റ് എക്സ്പെൻസുകളോ ഇനിയിപ്പോ കല്യാണം ആയാലും മറ്റ് എക്സ്പെൻസ് ആയാലും യാത്രയായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് അവരുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മിച്ചം ഉണ്ടെങ്കിൽ മാത്രം ഇൻഷുറൻസ് എടുക്കാമെന്ന് ചിന്തിക്കുന്നവരാണ് എല്ലാവരും. പക്ഷെ നമ്മളുടെ ഏറ്റവും അത്യാവശ്യമായ നമ്മുടെ ലൈഫിനെ സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും മുൻഗണന. അങ്ങനെ നമ്മൾ സെക്യൂർ ചെയ്യുമ്പോൾ പോലും ആളുകളിലേക്ക് ഈ ഒരു ചിന്തയുള്ളത് കൊണ്ട് പലരും അത് നല്ല രീതിയിൽ അടച്ച് മുന്നോട്ട് പോകാനായിട്ട് തയ്യാറാകാറില്ല. എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ വരുന്ന സമയത്ത് അവർ ആദ്യം നിർത്തുന്നത് ഇൻഷുറൻസ് അടയ്ക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ ഇൻഷുറൻസ് അടയ്ക്കുന്ന കാര്യം നമ്മൾ ചിലപ്പോൾ ബാങ്കിൽ നിന്ന് ECS എന്ന രീതിയിൽ പോകുന്നതായിരിക്കാം ചിലപ്പോൾ എടുത്തിരിക്കുന്നത്. അങ്ങനെ പോകുന്ന അതായത് ഈനാച്ച് അല്ലെങ്കിൽ ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. നമ്മൾ ഇന്നത്തെ ചിന്താ വിഷയം സിബിൽ സ്കോറിനെ കുറിച്ചാണ്. നമ്മൾ എല്ലാവരും ലോൺ എടുക്കാനോ ഒക്കെ ബാങ്കിലോ മറ്റും ചെല്ലുമ്പോൾ അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സിബിൽ സ്കോർ എത്ര എന്നുള്ളത്. നമ്മുടെ സിബിൽ സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ലോൺ തരണമോ ലോൺ കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ തീരുമാനം എടുക്കുന്നത്. കാരണം നമ്മൾ എടുക്കുന്ന ക്രെഡിറ്റിന്റെ അതായത് ലോൺ എടുത്തിട്ടാണെങ്കിലും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നതാണെങ്കിലും ഒക്കെ നമ്മൾ എടുക്കുന്ന ആ ഒരു എക്സ്ട്രാ ഇൻകത്തിന്റെ ക്രെഡിറ്റ് എമൗണ്ടിന്റെ നമ്മൾ എത്രത്തോളം നമ്മൾ തിരിച്ചടയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്താ തിരിച്ചടവ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്, ഇതൊക്കെയാണ് ഈ സിബിൽ സ്കോറിനെ ബാധിക്കുന്നത്. അപ്പൊ നല്ല രീതിയിൽ നമ്മളിപ്പോ ലോണൊക്കെ എടുത്താൽ അത് തിരിച്ച് നല്ല രീതിയിൽ അടയ്ക്കുന്നുണ്ട്, EMI ഒക്കെ കൃത്യമായിട്ട് അടച്ചു പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ സിബിൽ സ്കോർ നല്ല ഒരു സ്കോർ ആയിരിക്കും. എന്തെങ്കിലും ഒരു വീഴ്ച വരുത്തിയാൽ സിബിൽ സ്കോർ അത് വളരെ കുറഞ്ഞിരിക്കും. അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ലോൺ തരാൻ ഒരു ബാങ്കും തയ്യാറാവില്ല. അപ്പൊ ഈ സിബിൽ സ്കോർ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണെന്നൊന്ന് നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ എല്ലാവരും തന്നെ എല്ലാ കാര്യവും കഴിഞ്ഞിട്ട് മിച്ചം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരെണ്ണം കൊടുക്കാം എന്ന രീതിയിൽ എടുക്കുന്നതാണ് ലൈഫ് ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഏറ്റവും അത്യാവശ്യം എടുക്കേണ്ട ഒന്നാണ് ലൈഫ് ഇൻഷുറൻസ്. കാരണം നമ്മുടെ ലൈഫ് ഉണ്ടെങ്കിലല്ലേ ബാക്കിയെല്ലാം ഉള്ളൂ. പക്ഷെ ആളുകൾ നേരെ തിരിച്ചാണ് ചിന്തിക്കുന്നത്. എല്ലാ ഇതും കഴിഞ്ഞിട്ടാണ് ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലരും ചെറിയൊരു ഫിനാൻഷ്യൽ സ്ട്രഗിളോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞാൽ ആദ്യം നിർത്തുന്നത് ലൈഫ് ഇൻഷുറൻസ് ആയിരിക്കും. ചിലപ്പോൾ നമ്മളത് ഒരു ECS ഒക്കെ ആയിട്ടായിരിക്കും ബാങ്കിൽ നിന്നും ഈനാച്ച് അല്ലെങ്കിൽ ECS ഒക്കെ ആയിട്ട് പോകുന്ന രീതിയിലാണ് മന്ത്ലി ബാങ്കിൽ നിന്നും കട്ട് ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കാം ചിലപ്പോൾ നമ്മൾ ആ സ്കീമൊക്കെ എടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മളിത് വേണ്ട എന്ന് വെച്ച് അടയ്ക്കാതിരിക്കുന്ന പക്ഷം എന്ത് ചെയ്യുന്നു വെച്ചാൽ അങ്ങനെ അത് കട്ടായി പോകുന്നു. ബാങ്കിലെ എമൗണ്ട് ഇല്ലാതെ ആവുമ്പോഴും ഈ ഒരു കൃത്യ ഡേറ്റിൽ അത് പോകണമല്ലോ. അപ്പൊ ആ സമയത്ത് നമുക്ക് ബാങ്കിൽ എമൗണ്ട് ഇല്ലാതെ ആയ ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്ന് പറയുന്നത് സിബിൽ സ്കോറിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പല ലോണുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ബാങ്കിലോ മറ്റോ ചെല്ലുമ്പോൾ നമ്മുടെ സിബിൽ സ്കോർ എത്രയാണെന്ന് നോക്കിയിട്ടാണ് നമുക്ക് ലോൺ തരണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത്. അതായത് നമ്മൾ എടുക്കുന്ന ക്രെഡിറ്റിന്റെ അനുസരിച്ച് ലോണിന്റെ അനുസരിച്ച് നമ്മൾ അതിന്റെ തിരിച്ചടവ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമ്മൾ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സിബിൽ സ്കോർ നല്ലതായിരിക്കും. അതല്ല നമ്മൾ എന്തെങ്കിലും വീഴ്ചയൊക്കെ വരുത്തിയിട്ടുണ്ട് നേരത്തെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ സിബിൽ സ്കോറിനെ ബാധിക്കും. സിബിൽ സ്കോർ കുറഞ്ഞിരുന്നാൽ നമുക്ക് പിന്നെ ലോൺ തരാൻ ഒരു ബാങ്കും തയ്യാറാവില്ല. ഈ സിബിൽ സ്കോർ നമ്മുടെ ഇൻഷുറൻസുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. നമ്മളെ ഇൻഷുറൻസിൽ സാധാരണ ഇൻഷുറൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും എന്തെങ്കിലും ഒരു സ്ട്രഗിളൊക്കെ വന്ന് ആദ്യം നിർത്തുന്നത് ഇൻഷുറൻസ് ആയിരിക്കും. കാരണം അതിന്റെ പ്രാധാന്യം അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. ഏറ്റവും അത്യാവശ്യം നമുക്ക് വേണ്ട നമ്മുടെ ലൈഫ് ഇൻഷുറൻസ്. ലൈഫിൽ സെക്യൂർ ചെയ്യാതെ നമ്മൾ വേറെ എന്തൊക്കെ നേടിയിട്ടും കാര്യമില്ല. പക്ഷെ അങ്ങനെയല്ല ആളുകൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ഇതിലും നമ്മൾ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ പെട്ടെന്ന് അതുകൊണ്ട് സറണ്ടർ ചെയ്യും.
അതല്ലെങ്കിൽ ECS അല്ലെങ്കിൽ ഇനാച്ചോ എന്നൊക്കെ രീതിയിൽ ബാങ്കിൽ നിന്ന് എല്ലാ മാസം കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ ആ ഇൻഷുറൻസ് അടച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ അവിടെ കൃത്യമായ പൈസ ഇല്ലാതെ വരുമ്പോൾ ഈ കട്ടാവുന്നത് ഓട്ടോമാറ്റിക്കലി നിന്ന് പോകും. അങ്ങനെ പോളിസി മുടങ്ങും. അപ്പൊ ഇങ്ങനെ പോളിസി മുടങ്ങുകയും കൃത്യമായിട്ട് ഇനാച്ച് പോവാതിരിക്കുക, ECS പോവാതിരിക്കുക, അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ഈ പോളിസി അങ്ങ് നിർത്തിയേക്കാം, അതിന്റെ പൈസ ഇങ്ങ് മേടിച്ചേക്കാന്ന് വെച്ച് പോയി സറണ്ടർ ചെയ്ത് പൈസ വാങ്ങും. ഇതെല്ലാം തന്നെ നമ്മുടെ സിബിൽ സ്കോറിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതും ഒരു ബാങ്ക് വഴി പോകുന്ന ആ ഒരു ഇതില് നമ്മൾ കൃത്യമായിട്ട് അത് അടച്ചു പോയില്ലെങ്കിൽ അതും നമ്മുടെ സിബിൽ സ്കോറിനെ ബാധിക്കുന്നതാണ്. അപ്പൊ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമാണ് അടുത്തൊരു പ്രാവശ്യം നമ്മൾ ബാങ്കിൽ ഒക്കെ ലോണിനോ എന്തെങ്കിലും ആവശ്യത്തിന് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒരു ലോണൊക്കെ കിട്ടണമെങ്കിൽ ഈ സിബിൽ സ്കോർ നന്നായിരിക്കണം. അതായത് നമ്മുടെ എവിടെയുള്ള EMI ആയാലും, അത് ഇൻഷുറൻസ് ആയിക്കോട്ടെ, ലോണിന്റെ ആയിക്കോട്ടെ, വാഹനത്തിന്റെ ആയിക്കോട്ടെ, എന്തിന്റെ ആയാലും കൃത്യമായിട്ട് നമ്മൾ അടച്ചു പോകണം എന്നുള്ളതാണ്. അത് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയാലും അത് സിബിൽ സ്കോറിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായി എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഒരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ, ബൈ ബൈ.